ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. മാം ഇന്ന് ലൈവ് റെക്കോർഡ് എഴുതിക്കലല്ലേ 5ാമത്തെ റെക്കോർഡ്? മാം എന്തെങ്കിലും മെറ്റീരിയൽസ് വല്ലതും നമ്മൾ എടുക്കണോ മാം, അല്ലെങ്കിൽ റെക്കോർഡ് ബുക്കും പെൻ മാത്രം മതിയോ? റെക്കോർഡ് ബുക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഡൗട്ട്സ് നിങ്ങൾക്ക് വരുന്നോണ്ടാണ് കുറച്ചുകൂടെ മെസ്സേജ് ഒന്ന് ക്ലാരിറ്റി ആയിട്ട്, പലർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ടാണ് മെസ്സേജ് ഒന്ന് ക്ലാരിറ്റി ആയിട്ട് ഇട്ടത്. നമ്മൾ റെക്കോർഡ് എഴുതുന്നു, നമുക്ക് കുറെ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൽ അത് കണ്ട് മനസ്സിലാക്കിയാണ് റെക്കോർഡ് എഴുതുന്നത്. നമുക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് ഒരു 90% നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമുക്കിപ്പോ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അതെല്ലാം ഇവിടെ എന്റെ കയ്യിലുണ്ട്. പിന്നെ അശ്വതി മിസ് എടുക്കുന്ന പോർഷന്റെ മെറ്റീരിയൽസ് അശ്വതി മിസ്സിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ലൈവ് സെഷനിൽ നിങ്ങളെ ആ റെക്കോർഡും എഴുതിപ്പിക്കും, അതിന്റെ ഒപ്പം തന്നെ ഈ മെറ്റീരിയൽസും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുമായിട്ട് ഫെമിലറൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ലേറ്റ് ആവാൻ കാരണം വെച്ചാല് വളരെ ക്ലോസ് ആയ ഒരു ചേച്ചിയുടെ ഗുഡ് ഈവനിങ്. കല്യാണം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പകല് വിളിച്ചപ്പോഴും ഞാൻ ക്ലാസ്സിലായിരുന്നു, എപ്പോഴും എന്നെ വിളിച്ചു. അപ്പൊ ഇനി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചു ഞാൻ അറ്റൻഡ് ചെയ്ത, തിരിച്ചു വിളിക്കാൻ മറന്നു. ഓക്കെ ഫൈൻ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബിഫോർ who is doing prayer? Okay, good evening to all once again, one more again. So who is going to do prayer? Yes. ആരുമില്ലേ പ്രയറിന്? കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ പ്രയർ ചെയ്യാൻ? No one? പ്രയർ ഒക്കെ എഴുതി വെച്ചല്ലേ? മാം ഞാൻ ചെയ്യാം. Yes, please. Good evening all. Nature will make the way for us to bloom like the flower, to shine like the star, to burn like the sun, to dream like the sky, to explore like the ocean. Nature teaches us to dream big and explore. May Mother Nature bless everyone. Thank you. So anything else like thought for the day and signing? So we 54 people here. So പെട്ടെന്ന് തന്നെ നമുക്ക് തീരാനുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ, ലാസ്റ്റ് പാർട്ട് 3യിലെ ലാസ്റ്റ് യൂണിറ്റ്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പേന, പെൻസിൽ, സ്കെയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലൊക്കെ എടുത്തു വെച്ചോളൂ. ഒന്നെടുക്കട്ടെ, അതങ്ങ് വൈൻഡപ്പ് ചെയ്തിട്ട് തുടങ്ങും. അപ്പൊ റീഡിങ് നമ്മൾ ഉണ്ടാവില്ല എന്ന് ഞാൻ അതിന്റെ കണ്ടന്റ് അങ്ങ് പറഞ്ഞ് അതങ്ങ് തീർക്കണം, അല്ലെങ്കിൽ വീണ്ടും ലാഗ് ചെയ്ത് സോറി ടേംസ് ആയിരുന്നില്ലേ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. യെസ്, അതിനെന്തെങ്കിലും പറയണ്ടോ? വോയിസ് ബ്രേക്ക് ആവുകയാണേ. എന്തോ എന്നോടാണോ? എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആർക്കെങ്കിലും ക്ലിയർ ആവുകയാണെങ്കിൽ ഒന്ന് പറയാമോ? എന്തോ പറയണ്ടല്ലോ, പക്ഷെ ഒട്ടും ക്ലിയർ ആവുന്നില്ലല്ലോ. ഓക്കെ, ഷെയർ ചെയ്യാം. നമുക്ക് ആ കണ്ടന്റ് ഒരു 10 minutes കൊണ്ട് ഞാനത് ഫിനിഷ് ചെയ്യാം. ജസ്റ്റ് ആ കണ്ടന്റ് മാത്രം. മോണ്ടിസോറി ടേംസ് ആണ്. അപ്പോൾ മോണ്ടിസോറി ടേംസിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, ലൈക്ക് അഡാപ്റ്റ്,
അഡാപ്റ്റേഷൻ, അതെ അല്ലെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു വിത്ത് അവർ വിൽ, നമ്മൾ ഇഷ്ടത്തോടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിലൊരു ഫ്രീഡം ഉണ്ട്, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്, ഫ്രീഡം അതുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ മോണ്ടിസോറി ടേംസിലുണ്ട്. നീഡ്, ഹോം, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. കുട്ടികളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ, ഒരു വൈറ്റൽ എനർജി ഫിൽ ചെയ്തിട്ടുണ്ട്. ആ വൈറ്റൽ എനർജി നമ്മൾ പോസിറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് അവരിൽ ക്രിയേറ്റീവായിട്ടും ഇന്റലക്ച്വലും ആയിട്ടും ഭയങ്കര ഡെവലപ്മെന്റ് ഫോം ചെയ്യും. അത് നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിലാണ് അത് അവര് ഡീവിയേറ്റഡ് ആയി പോകുന്നത് കുട്ടികൾ. അപ്പം നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ഈ വൈറ്റൽ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ എന്ന് പറയാറുണ്ട് എപ്പോഴും പാരന്റ്സ്. കുറെ നാളുകൾ കഴിയുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ പണ്ട് ഈ കുഞ്ഞുങ്ങളെ ഹൈപ്പർ ആക്റ്റീവായി കണ്ടിട്ടുള്ള ആൾക്കാർ ചോദിക്കും, അയ്യോ അന്ന് ഇങ്ങനെ അങ്ങനെ നടന്ന കൊച്ചാണോ ഇതെന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? സോ ആ ഒരു ടൈമിൽ ഇവരിൽ വരുന്ന ഒരു എനർജി വേരിയേഷൻ ആണിത്. അതപ്പം ഒരു പോസിറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും അത് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, എവിടം വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്നാലും ഞാനത് ഒന്ന് പറയുകയാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും, ഏതൊരു ഹ്യൂമൻ ബീയിങ് എല്ലാവരുടെയും ഉള്ളിലും ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അവരുടെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ, ഒരു എനർജി ഉണ്ടായിരിക്കും. ഈ എനർജി ബോൺ വിത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു ട്രേറ്റ്സ്, സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറയുമല്ലോ. അപ്പൊ ഈ വരുന്ന പല ക്വാളിറ്റീസും ഡിപ്പെൻഡിങ് ഓൺ 2 ഫാക്ടേഴ്സ് നമുക്കറിയാം. ഒന്ന് ജെനറ്റിക്സ് ആണ്, ഒന്ന് എൻവിയോൺമെന്റ് ആണ്. ഈ എൻവിയോൺമെന്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്തി അവരെ ലൈഫ് മുന്നിലേക്ക് പോകാനായിട്ട്, പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഹ്യൂമൻസിനെ അനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. അവർ പല സിറ്റുവേഷൻസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകും, പൊരുത്തപ്പെട്ടു പോകും. ഓക്കെ, ആ ഒരു അഡാപ്റ്റേഷൻ ഞാൻ പാർട്ട് 3 ലാസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. നിങ്ങളുടെ മോഡ്യൂൾ 1 എക്സാമിന് മുമ്പ് നമുക്ക് തീർക്കാൻ പറ്റിയില്ല. അതിന്റെ കുറച്ച് പോർഷൻസ് വരെയാണ് തീർത്തുള്ളൂ. ഹോം, നെബുലെ, നീം, ആ ഒരു 3 ടോപ്പിക്സ് മാത്രമേ ചേർത്തുള്ളൂ. മോണ്ടിസോറി ടേംസ് ആണ് പാർട്ട് 3 യൂണിറ്റ് 10. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അതൊന്ന് ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇതിലിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഭയങ്കര ഇമ്പോർട്ടന്റ് ടാലൻസ് ആയിട്ടായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ ജനിക്കുന്നത്. ബട്ട് നമ്മളിപ്പോ ഒരു കുട്ടിയുടെ കാര്യം നോക്കുമ്പോൾ അത് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഫോർമേഷൻ, അതിന് ചുറ്റും കേൾക്കുന്ന ശബ്ദം അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് ലാംഗ്വേജ് പഠിക്കുന്നത്. ആ ഒരു പൊട്ടൻഷ്യൽ ടു ലേൺ എനി ലാംഗ്വേജ് നമ്മൾ ഹ്യൂമൻസിനുണ്ട്. ഏത് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ കേൾക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, കേൾക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, പറഞ്ഞു നോക്കുന്നു. അത് ശരിക്കും ഇമിറ്റേഷൻ തന്നെയാണ്, ഒരു മിമിക്രി ചെയ്യുന്ന പോലെ തന്നെയാണ് ലാംഗ്വേജ് നമ്മളിൽ ഫോം ചെയ്യുന്നത്. ഞാൻ പോയ മോണ്ടിസോറി സ്കൂളിലെ സാറ്, നല്ല ആക്സെന്റ് ആണ് സാറിന്റെ ഇംഗ്ലീഷ്, പ്രൊഫസറാണ് ആള്. വലിയ വലിയ യൂറോപ്യൻ കൺട്രീസിലും എല്ലായിടത്തും യൂണിവേഴ്സിറ്റികളിൽ പോയി അദ്ദേഹം ക്ലാസ് എടുക്കും. സാറിനോട് ഞാൻ പറഞ്ഞു, സാറിന്റെ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് നമുക്ക് നല്ല മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇതുപോലെ സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, ലാംഗ്വേജ് വെറും മിമിക്രി ആണെന്ന് സാറാണ് എന്നോട് പറഞ്ഞത്. നമുക്ക് ഒരാളുടെ ആക്സെന്റ് നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ, നമ്മൾ പിഷാരടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ട്രംപ് സംസാരിക്കുന്ന അതേ ടോണിൽ അതേ രീതിയിൽ തന്നെ കേട്ടാൽ, കണ്ടാലേ അത് പിഷാരടി എന്ന് മനസ്സിലാവുള്ളൂ, കേട്ടാൽ ആർക്കും മനസ്സിലാവില്ല ട്രംപ് തന്നെയാന്ന് തോന്നും. ആ രീതി മിമിക്രിയാണ് ലാംഗ്വേജ് എന്ന് എന്നോട് അന്ന് എന്റെ ആ മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടറായ അജി സാറ് പറയായിരുന്നു. അപ്പൊ ഇങ്ങനെ പല സ്വഭാവ വിശേഷങ്ങൾ, പൊട്ടൻഷ്യൽ ക്വാളിറ്റീസ് എല്ലാമായിട്ടാണ് ആളുകൾ ജനിക്കുന്നത്. ഓരോ കുഞ്ഞും നമ്മളത് അവന്റെ ഉള്ളിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവനെ ട്രിഗർ ചെയ്യണം. അവരെ എന്താ പറയാ, ലൈഫ് അപ്പേർഡ് പോവാനായിട്ട്, അവനെ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ട്രിഗർ ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും നമ്മൾ പറഞ്ഞിരുന്നു. 0 to 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ അൺകോൺഷ്യസ് ആണ്, അവരുടെ മെമ്മറി എല്ലാം സ്റ്റോർഡ് ആണ്, ബട്ട് അവരതിനെപ്പറ്റി ഓർക്കുന്നില്ല. പക്ഷെ അവരുടെ ഓർമ്മയിൽ എവിടെയോ അത് കിടക്കുന്നുണ്ട്, പക്ഷെ അത് ഓർമ്മയായിട്ട് വരുന്നില്ല. പലപ്പോഴും ട്രോമാസ് ഒക്കെ വരുന്നത് ആ ഒരു ടൈമിൽ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്, കുട്ടി വാശി പിടിച്ച് എന്തെങ്കിലും കരഞ്ഞു, അല്ലെങ്കിൽ കുട്ടിയെ വഴക്ക് പറയുമ്പോൾ അത് വല്ലാതെ കരഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം അവർ ഉറക്കത്തിൽ വിതുമ്പുന്നത്. ജസ്റ്റ് ആ നടന്ന സംഭവം അവരുടെ ഉള്ളിലൊരു ട്രോമ പോലെ ആയിട്ട് ഇങ്ങനെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്.
പിന്നെ എന്താ പറയാ, സബ് കോൺഷ്യസ്, നമ്മളിപ്പോ പറഞ്ഞത് സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ആ ഒരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം അതാണ്. നമുക്കിപ്പോ ഒരു ഇഷ്യൂ നമ്മള് ബോധത്തോടെ ഒരു കാര്യം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോ നമ്മളിപ്പോ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ബട്ട് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ. ബോധം കെട്ട് അങ്ങ് ഉറങ്ങാനോ അങ്ങനെയൊന്നും പോകില്ല, നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. അഥവാ നമ്മളൊന്ന് കുളിക്കാൻ കയറുകയാണെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തരാം, അപ്പൊ നമ്മളവിടെ കോൺഷ്യസ് ആവും. അതേസമയം നമ്മൾ സബ് കോൺഷ്യസ് ഒരു അവസ്ഥയിലേക്ക് ആള് പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഓർമ്മയുണ്ടാവില്ല ആ ഒരു സബ് കോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ. എന്റെ മുന്നിൽ ഒരു ആള് വന്നതാണ്, ഒരു ക്ലയന്റ് വന്നതാണ്. അയാൾ വന്നത് ഫ്രണ്ടിനെയും കൊണ്ടാ വന്നത്. അപ്പൊ ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ട് എന്നാ അപ്പുറത്തിരിക്കട്ടെ, നമുക്ക് സംസാരിക്കാന്ന്. അപ്പൊ ഇയാൾ എന്നോട് പറയില്ല, ഇല്ല അവൻ അടുത്ത് തന്നെ വേണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ, നിങ്ങൾ അങ്ങനെ സംസാരിച്ചോളുന്നു. അങ്ങനെ അയാളെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അയാള് മേശപ്പൊക്കെ ഒരു പേന ഇരിക്കണ്ടായിരുന്നു, ആ പേന എടുത്തു. പേന എടുത്തിട്ട് അയാൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അയാൾ എന്നോട് പറഞ്ഞ കാര്യം, എന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ എന്ന് അയാൾക്കൊരു പേടി. അയാൾ കോൺഷ്യസ് ആണപ്പോ അയാൾക്ക് ഉപദ്രവിക്കുമെന്ന് പേടി. അയാൾക്ക് പെട്ടെന്ന് ആ ഒരു സെൻസ് പോയി ഉപദ്രവിക്കുന്നത്. ഇപ്പൊ ഞാൻ മുന്നിൽ ഇരിക്കുവാണ്, ഈ പേന കൊണ്ട് അയാള് എന്നെ ഉപദ്രവിക്കുമെന്ന് അയാൾക്കൊരു ടെൻഷൻ. ഇപ്പൊ ബോധമുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോ എനിക്ക് എന്റെ സെൻസ് പോകും, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അതാണ് അയാളുടെ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ടാണ് അയാൾ കൂട്ടുകാരനെ കൊണ്ടുവന്നത്. കാരണം ഇവൻ ഓർമ്മയില്ലാതെ, അതായത് സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോയിട്ട് എന്നെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരൻ അതിൽ നിന്നും ഇവനെ പിന്തിരിപ്പിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കൂട്ടുകാരനെ കൊണ്ട് വരുന്നത്. ഇയാൾ അത് കാരണം ജോലിക്കൊന്നും പോകാതെ വീടിനകത്ത് തന്നെ ഇരിക്കുവോ? കാരണം നല്ലൊരു ഡ്രൈവറാണ്, യൂബർ ഓടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആരെങ്കിലും ഓട്ടത്തിന് വിളിച്ച് കയറുന്ന കസ്റ്റമറെ ഉപദ്രവിക്കുമോ എന്ന് ഇയാൾക്ക് പേടി. ഇയാള് കോൺഷ്യസ് ആണ്, ഇയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതിനെ പറ്റി അയാൾക്ക് ബോധമുണ്ട്. പക്ഷെ അയാള് സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോയിട്ട് ഈ പറയുന്ന ആളുകളെ ഉപദ്രവിച്ചാലോ എന്നുള്ള ടെൻഷൻ കാരണം ഇയാൾ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പൊ അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല. അവിടെ അയാൾക്ക് മെഡിക്കേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ലെവലിലേക്ക് അയാളുടെ പ്രശ്നം മാറിയിട്ടുണ്ട്. മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ റെഫർ ചെയ്തു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിനെയും കാണാനായിട്ട് റെഫർ ചെയ്തു. പിന്നെ എന്താ എന്നുള്ളത് എനിക്കറിയാം. അത് ആണ് സബ് കോൺഷ്യസ്. അതേസമയം നമ്മൾക്കിപ്പോ നമ്മള് സെൻസ് ഉണ്ട്, സെൻസോട് കൂടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയിലെ ചില കെമിക്കൽസ്, ലൈക്ക് പറയുന്നത് കേട്ടില്ലേ, അയൺ, അല്ല അമോണിയ അങ്ങനെ കുറെ കെമിക്കൽസ് നമുക്കുണ്ട്. ഈ അമോണിയയിൽ വേരിയേഷൻ വരുമ്പോൾ ഇതുപോലെ ബോധമില്ലാതെ പെരുമാറും. നമ്മൾ വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മളെ അവർ ഉപദ്രവിക്കാൻ വരുവാണോ അങ്ങനത്തെ തോന്നലൊക്കെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്ത് ഈ ആവശ്യമില്ലാത്ത ഓർമ്മകൾ മാച്ചു കളയുന്നത്. അതിന്റെ എക്സ്പേർട്ടുകൾ ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്. നമുക്കറിയാം ആളുകളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ഭയങ്കര മാറ്റങ്ങളുണ്ട്. ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഐ, ഹെയർ, സൈസ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, അങ്ങനെ പല രീതിയിലും. ഈവൻ ചില കോണ്ടിനെന്റ്സിൽ വ്യത്യാസം വരും. ചില കോണ്ടിനെന്റ് അന്റാർട്ടിക്കിലെ എക്സിമോകളൊക്കെ ഉണ്ടല്ലോ, അവര് ഭയങ്കര ഹൈറ്റ് കുറഞ്ഞിട്ടും അങ്ങനെയൊക്കെയല്ലേ, അവരുടെ സ്കിന്നും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ആഫ്രിക്കൻസ് വേറൊരു രീതിയിലായിരിക്കും, അമേരിക്കൻസ് വേറൊരു രീതിയിലായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മണിപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് വേറൊരു ഫിസിക്കൊക്കെ ആയിരിക്കും. നമ്മള് സൗത്ത് ഇന്ത്യൻസിന് വേറൊരു ഇതായിരിക്കും, നോർത്ത് ഇന്ത്യൻസ് വേറൊരു രീതിയിലായിരിക്കും. അങ്ങനെ തന്നെ പല ഏരിയകളിലും വ്യത്യാസം നമുക്ക് കാണാനുണ്ട്. അപ്പൊ അതാണ് ഫിസിക്കൽ ട്രേറ്റിലുള്ള വ്യത്യാസം. Then comes mental differences. Okay. സൈക്കോ എന്ന് നമ്മൾ ഒരിക്കലും ആ ഒരു ആസ് എ പ്രൊഫഷണൽ ഞാൻ അങ്ങനെ പറയില്ല. വെച്ചാൽ അത് അയാൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ബട്ട് എപ്പോ വേണമെങ്കിലും അയാൾ ആ കോൺഷ്യസ് ലെവലിൽ നിന്ന് സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോയിട്ട് അയാൾ ചിലപ്പോൾ ഒരു വയലന്റ് നേച്ചർ കാണിക്കാം, ആ ഒരു ലെവലിലേക്ക് പോകാം. അതുകൊണ്ടാണ് അയാൾക്ക് മെഡിസിൻ ആവശ്യമാണ്. ഇപ്പൊ അയാൾക്ക് അയാളുടെ അസുഖത്തെ പറ്റി, അയാളുടെ അവസ്ഥയെ പറ്റി അയാൾ നല്ല ബോധമുണ്ട്. അപ്പൊ ആ സമയത്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളുടെ പ്രശ്നം പരിഹരിക്കാം. അതേസമയം അതിന് അയാൾക്ക് ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഞാൻ എന്നിട്ട് ഒരു 1.5 hours സംസാരിച്ചു കേട്ടോ. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, അത് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ മെഡിസിൻസ് എടുക്കണം എന്ന് എനിക്കറിയാം,
അതിന് മുമ്പായിട്ട് പുള്ളി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഓക്കെ ഫൈൻ. സോ അപ്പൊ അതാണ് സബ് കോൺഷ്യസ് ലെവലിലേക്ക് ആളുകൾ പോകുക. പലപ്പോഴും ബോഡിയിലെ കെമിക്കൽസിന് വ്യത്യാസം വരുമ്പോൾ ഇതുപോലെ ആളുകളിൽ വരാറുണ്ട്. ചിലപ്പോൾ സോഡിയം കുറയുമ്പോൾ, അമോണിയയുടെ ലെവലിൽ വ്യത്യാസം വരുമ്പോൾ, അങ്ങനെയൊക്കെ. പിന്നെ മെന്റൽ ഡിഫറൻസസിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ. പക്ഷെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി, ഇന്റലിജൻസ്, കോൺസെൻട്രേഷൻ, IQ ലെവൽ, അതെല്ലാം വ്യത്യാസമായിരിക്കും. ചിലര് ഭയങ്കര സോഡിയത്തില് ഡിഫറൻസ് വരുമ്പോ അങ്ങനെ പെരുമാറാറുണ്ട്. എന്തോ എന്റെ മദറിലോക്ക് സോഡിയത്തിൽ വ്യത്യാസം വരുമ്പോൾ അങ്ങനെ പെരുമാറാറുണ്ട്, നോർമൽ അല്ലാണ്ട്. പക്ഷെ അവർ ആക്ച്വലി അങ്ങനെയുള്ള ഒരു വ്യക്തികളാവില്ല. ബട്ട് അവർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയും, ഭക്ഷണം തന്നില്ല, ഉപദ്രവിക്കാൻ വന്നു, അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട്. അവരെ ചില സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് എത്തിക്കാൻ അത് അവര് സമ്മതിക്കില്ല, ഉപദ്രവിക്കാൻ കൊണ്ടുപോവാണ്, അങ്ങനത്തെ രീതി സാധുക്കളായ ആ ഒരു കെമിക്കൽസിന്റെ വ്യത്യാസം. കുറെ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതൊന്നും ആവശ്യമില്ല കേട്ടോ. 88 ഇൻഡെസിബിൾ മോറൽ അതൊന്നും വേണ്ട. ആക്ച്വലി മെന്റൽ ഡിഫറൻസ് ഇത്ര മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ആളുകളുടെ ഇന്റലക്ച്വൽ ലെവലിലുള്ള വ്യത്യാസം, തിങ്കിങ് പവറിലെ വ്യത്യാസം. ഞാൻ ചിന്തിക്കുന്ന എന്റെ ഒരു കാര്യം കാണുമ്പോൾ പറയാറില്ലേ, കത്തിയില്ല അല്ലെ, ചിലർക്ക് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാവും, ചിലർക്ക് അത് അത്ര മനസ്സിലാവില്ല. പക്ഷെ വേറെ കാര്യങ്ങളിലായിരിക്കും അവരുടെ തിങ്കിങ് പവർ കൂടുതൽ. ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളും IQ ഡിഫറൻസസ് ഇസ് ദാറ്റ്, അതങ്ങനെ പറയാം. രണ്ട് ഈ വാക്കുകളൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ദാറ്റ് ഇസ് നോട്ട് ഒരു എന്താ പറയാ, ഒരു അൺപാർലമെന്ററി വേർഡ് ആയിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കരുതുന്നത്. ഓക്കെ, ചിലര് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, ചിലര് എക്സ്ട്രാ ഇന്റലിജന്റ് അങ്ങനെയൊക്കെ പറയാറില്ല. ഇപ്പൊ ജീനിയസ്, നമ്മളുടെ ആ ചെസ് ചാമ്പ്യൻഷിപ്പിലെ ആ കുട്ടി, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ ആ ഒരു ലെവലിൽ പോകുന്നവര്, പ്ലേയേഴ്സ്, സ്പോർട്സിൽ ഭയങ്കര മികവ് കാണിക്കുന്നവര്, പിന്നെ ചിലർ ക്വിസ് കോമ്പറ്റീഷനിൽ ഭയങ്കര മികവ് കാണിക്കും, ചിലർ ഡ്രോയിങ്ങിൽ കാണിക്കും. അപ്പൊ അതുകൊണ്ട് ആ മെന്റൽ ഡിഫറൻസസ് ലൈക്ക് അവരുടെ IQ-മായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ മോട്ടർ എബിലിറ്റി, മൂവ്മെന്റ്, മസ്കുലർ മൂവ്മെന്റ്, പിന്നെ എന്താ പറയുക, ഇമ്മ്യൂണിറ്റി പവർ, ഇതെല്ലാം ഇതിനകത്ത് വരും. ഈ പെട്ടെന്ന് ക്ഷീണം വരാതെ ആ രീതിയിൽ പ്ലേയേഴ്സ് എല്ലാം അതൊക്കെ മോട്ടർ എബിലിറ്റി. ചിലര് ഭയങ്കര സ്പീഡായിട്ട് ജോലികൾ ചെയ്യും അല്ലെ, ചിലര് പക്ഷെ വളരെ സ്ലോ ആയിരിക്കും, കാര്യം പെർഫെക്റ്റ് ആയി ചെയ്യില്ല, വളരെ സ്ലോ ആയിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഡിഫറെന്റ് ഉണ്ടായിരിക്കും. അഭിരുചികൾ, ഇപ്പൊ എനിക്ക് എന്റെ ഒരു ഹോബി ആയിരിക്കില്ല വേറൊരാളുടെ ഹോബി, എന്റെ ഇഷ്ടങ്ങളായിരിക്കില്ല വേറൊരാൾക്ക്, ടേസ്റ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക്, അങ്ങനെ പല രീതിയിലുള്ള ഡിഫറൻസസ് അതിലും വരും. മോണ്ടിസോറി ഇത് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോ ഇത് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിനനുസരിച്ച് ആ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആറ്റിറ്റ്യൂഡ്, ഓരോ കാര്യങ്ങളോടും ആളുകൾക്കുള്ള ആറ്റിറ്റ്യൂഡ് അത് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോ ഞാൻ ഒരാളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല വേറൊരാൾ അയാളോട് കാണിക്കുന്നത്, ലൈക്ക് ദാറ്റ്. എനിക്ക് പിന്നെ ഒരു ഒബ്ജക്റ്റിനോട് എനിക്ക് ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല വേറൊരാൾക്ക്, ലൈക്ക് അങ്ങനെ പോകും. പിന്നെ ഇമോഷണൽ ഡിഫറൻസസ്. ഡോറൊന്ന് അടിച്ചിട്ട് തരാട്ടോ. ഓക്കെ, അതായത് ലവ്, അഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഓരോരുത്തരുടെ ഇമോഷൻസ്. ചിലർ ഭയങ്കരമായിട്ട് ഒരു കോമഡി സീൻ കാണുമ്പോൾ ചിരിക്കും, ചിലർക്ക് അത്ര ചിരി വരില്ലായിരിക്കും. സോ അങ്ങനെ പല ഇമോഷണൽ ഡിഫറൻസും ആളുകളിൽ ഉണ്ടാകും. പിന്നെ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന ചില അഫെക്ഷൻ, കെയർ, ലവ്, അതിലെല്ലാം ഡിഫറൻസസ് വരും. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ അറിയാം, മോണ്ടിസോറി യൂസ് ചെയ്ത പല വാക്കുകളും കാര്യങ്ങളും നമ്മൾ ഇനിയും പഠിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പാർട്ട് 3 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ റെക്കോർഡ് റൈറ്റിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പറ്റുന്ന പോലെ എഴുതൂ. പിന്നെ എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, 7 years ബാക്ക് ആണ് ഞാൻ എന്റെ റെക്കോർഡ് എഴുതിയത്. അതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അന്ന് കിട്ടിയ മെറ്റീരിയൽസ് എല്ലാം വന്ന് ഫസ്റ്റ് ബാച്ചിന് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അന്ന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അപ്ഡേറ്റ് ചെയ്തും മെറ്റീരിയൽസ് വരുന്നുണ്ട്. അന്ന് കിട്ടിയതുപോലെ തന്നെയല്ല എല്ലാ മെറ്റീരിയൽസും, അതിൽ പല അപ്ഡേഷനും നടക്കുന്നുണ്ട്. നമുക്കറിയാലോ, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ, കുറേ അപ്ഡേഷൻസ് വരും, ഓരോ കാലങ്ങളിലും മാറ്റം വന്നുകൊണ്ടിരിക്കും. സോ നമുക്കത്
സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ റെക്കോർഡിന്റെ ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാത്തതിന് കാരണം ഇതിൽ അന്നത്തെ എൻ്റെ ഒരു ലാംഗ്വേജ് പവറും വൊക്കാബുലറി ഒക്കെ വളരെ മോശമായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ സൈസ് ഇച്ചിരി കൂടുതലാണ്. സൈസ് കൂടുതലായതുകൊണ്ട് അത് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇതിൽ തന്നെ ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ടാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ അത് ഫുള്ളി അങ്ങോട്ട് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് വേണം എനിക്കിത് പറഞ്ഞു തരാൻ. അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്താലും നിങ്ങളത് നോട്ട് ചെയ്യണം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് പോകണം. വീട്ടില് സൗണ്ട് ബാർ വാങ്ങിച്ചു. ഹസ്ബൻഡിന് പാട്ടിനോട് ഭയങ്കര താല്പര്യം. അപ്പൊ അത് ഓൺ ചെയ്തുകൊണ്ടാണ് ഞാൻ ഡോർ അടിച്ചിട്ട് തരാം. അപ്പൊ എന്റെ റെക്കോർഡിന്റെ ഫസ്റ്റ് പേജില് ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ അബൌട്ട് മോണ്ടിസോറി ആൻഡ് മറിയ. മോണ്ടിസോറി എന്ന് മാത്രമല്ല, മോണ്ടിസോറി മെത്തേഡ് എന്നും കൂടെ നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. ഇൻട്രൊഡക്ഷൻ അബൌട്ട് മോണ്ടിസോറി മെത്തേഡ് ആൻഡ് മറിയ മോണ്ടിസോറി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതിക്കോട്ടെ മാം, എഴുതിക്കോട്ടെ. ഇതിക്കൂടെ ഞാൻ എഴുതാനുള്ള ടൈമും തന്നിട്ടാണ് ഞാൻ ചെയ്യിക്കുക കേട്ടോ. നിങ്ങൾക്ക് താഴെ പേജസ് കാണാം. ടോട്ടൽ 75 പേജസ് ആണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേജ് തികയില്ല എന്ന് വിചാരിച്ച് പുതിയ പുതിയ സാധനങ്ങൾ പുതിയ പുതിയ പേജിലായിട്ടൊന്നും എഴുതിയില്ല. കണ്ടിന്യൂഷൻ ആയിട്ട് കുറെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് പ്ലാൻ ചെയ്യൂ, അതിനനുസരിച്ച് എഴുതാം. പിന്നെ ആരുടെയോ റെക്കോർഡ് ബുക്ക് തീർന്നു, ഇനിയും കുറെ എഴുതാനുണ്ട്. അപ്പൊ പുതിയതൊരെണ്ണം വാങ്ങിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തവരുണ്ട് കേട്ടോ. ചെറിയ റെക്കോർഡായി പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് മോണ്ടിസോറി ആൻഡ് മറിയ മോണ്ടിസോറി എന്ന് ഹെഡിങ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യോ, ഭംഗിയാക്കോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കോ, സ്റ്റിക്കർ ഒട്ടിക്കോ, അതൊക്കെ സബ് ചെയ്യോ. നിങ്ങളുടെ റെക്കോർഡാണ്, നോ പ്രോബ്ലം. ഞാൻ ആക്ച്വലി ഇതൊരു ഗ്ലിറ്ററിങ് പെൻ വെച്ചിട്ട് എഴുതിയേക്കുന്നത്. ഇതിൽ കണ്ട അത്ര ഗ്ലിറ്ററിങ് ഫീൽ ചെയ്യില്ല. ബട്ട് ഇപ്പോഴും എന്റെ റെക്കോർഡ് ബുക്കിൽ ആ പെന്നിന്റെ ആ ഗ്ലിറ്ററിങ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കേട്ടോ. നല്ല പേനയായിരുന്നു തോന്നുന്നു. നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു തിളക്കം പോയിട്ടില്ല. പക്ഷെ സ്കാൻ ചെയ്തപ്പോ അതൊരു മഞ്ഞ പോലെ ഇരിക്കുന്നത്. ഒരു ഗോൾഡൻ ഇതുള്ള ഒരു ഗ്ലിറ്ററിങ് പെന്നായിരുന്നു. ഇൻട്രൊഡക്ഷൻ മെത്തേഡ് അബൌട്ട് മോണ്ടിസോറി ആൻഡ് മറിയ മോണ്ടിസോറി എന്നല്ല. ഓക്കെ, മെത്തേഡ് ഞാൻ ചില വാക്കുകൾ ഞാൻ ചാറ്റ് ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. വേറെ ആർക്കെങ്കിലും എന്നെക്കാളും സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻട്രൊഡക്ഷൻ മെത്തേഡ് അബൌട്ട് ആണോ, അബൌട്ട് അബൌട്ട് മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി ആൻഡ് മറിയ മോണ്ടിസോറി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ബട്ട് അത് മാറ്റിയിട്ട് നിങ്ങൾ മോണ്ടിസോറി മെത്തേഡ് ആൻഡ് മറിയ മോണ്ടിസോറി. നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ആണ് ഈ അപ്പാരറ്റസ് റെക്കോർഡിൽ മുഴുവനും എഴുതാൻ തുടങ്ങുന്നത്. പറ്റുന്ന പോലെ വേർഡുകളുടെ സ്പെല്ലിങ്സ് ഞാൻ ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ പേജ് എഴുതി കഴിഞ്ഞോ? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് പേജ്, സെക്കൻഡ് പേജ് എടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇതൊക്കെ പോയത് അതിന്റെ ഡ്രൈവ് ചെയ്യുന്നതായതുകൊണ്ട് ഡ്രൈവിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഒക്കെ എടുക്കാട്ടോ.
മാം റെക്കോർഡ് എഴുതുമ്പോൾ നമുക്ക് PDF-ന്റെ ആവശ്യമുണ്ടോ? വേണ്ട, അത് ഞാൻ അത് വേണ്ട, ഞാൻ ക്ലോസ് ചെയ്തു കേട്ടോ. ഓക്കെ മാം. അപ്പൊ അടുത്ത പേജ് വരുന്നുണ്ട്, ഷെയർ ആവും. അതില് മോണ്ടിസോറി എന്നുള്ളതിന്റെ അവിടെ മോണ്ടിസോറി മെത്തേഡ് എന്ന് എഴുതണം. നിങ്ങൾക്ക് കാണുന്നത് ഇപ്പൊ മോണ്ടിസോറി എന്ന് പറഞ്ഞ ഹെഡിങ് ആണ്, അത് മോണ്ടിസോറി മെത്തേഡ് എന്നാക്കണം. കാരണം നമ്മൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡോക്ടർ മറിയ മോണ്ടിസോറിയെ മോണ്ടിസോറി മോണ്ടിസോറി ഡോക്ടർ മോണ്ടിസോറി എന്ന് പല പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ സെർനെയിം യൂസ് ചെയ്ത് പറയാറുണ്ട്. സോ അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് മോണ്ടിസോറി മെത്തേഡ് എന്ന് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, തുടങ്ങിക്കോളൂ. ഈ ഫസ്റ്റ് പാരഗ്രാഫില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനത് ഒന്നുകൂടെ കുറച്ചും കൂടെ സ്ക്രോൾ ചെയ്ത് വയ്ക്കാം. ടീച്ചറെ, എന്തോ എനിക്ക് നെറ്റ് ഇഷ്യൂ ഒന്നും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് ആദ്യത്തെ പേജ് വിട്ടിട്ടാണോ ടീച്ചർ ഇപ്പൊ എഴുതാൻ പറഞ്ഞത്? അതായത് ഫസ്റ്റ് പേജ് ഇതാണ് രമ്യ, ഇതല്ലേ? ഇല്ല, എനിക്കത് പ്രസന്റിങ് കാണാൻ പറ്റുന്നില്ലല്ലോ ടീച്ചറെ. ആണോ? അത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. മഴയാണോ അവിടെ? ഇല്ല, മഴയൊന്നും ഇല്ല. അതെയോ? ഒന്നും കൂടെ ഒന്ന് ലീവ് ചെയ്തിട്ട് വരാമോ? നോക്കട്ടെ മാം ഈ പേജ് അങ്ങനെ തന്നെ കോപ്പി ഡൗൺ ചെയ്യട്ടെ മാം. ഗിവൺ ഏജ് ഗ്രൂപ്പ് എന്ന് കണ്ടോ? അവിടെ വരെ എഴുതൂ, അവിടെ വരെ എഴുതൂ. കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ചിലപ്പോൾ ചില പോയിന്റ്സ് ഞാൻ അഡീഷണൽ ആഡ് ചെയ്ത് തരും നിങ്ങൾക്ക്. എന്റെ ടെക്സ്റ്റിലെ ചില പോയിന്റ്സ് നല്ലതായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മാം, മാം, ഹലോ മാം. യെസ്, അടിവരിയിട്ടത് എഴുതിയാ മതിയോ മഞ്ഞ കളറില്? എഴുതിയാ മതിയെന്ന് വെച്ചാ മഞ്ഞ കളറിൽ അടിവരിയിട്ടിട്ടുള്ളത് മാത്രം മതിയോന്ന് ചോദിച്ചേ. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളത് കണ്ടിട്ടാണോ? ഏതാണ് ഏതാണ്? ഈ ഒരു പാരഗ്രാഫ് എഴുതണം കേട്ടോ. ഗിവൺ ഏജ് ഗ്രൂപ്പ് വരെ ഇവിടെ നിന്ന് തുടങ്ങി മോണ്ടിസോറി മെത്തേഡ് ഹെഡിങ് കൊടുക്കുക, മോണ്ടിസോറി എഡ്യൂക്കേഷൻ തുടങ്ങി ഇങ്ങനെ. ഞാൻ ഈ റെക്കോർഡ് എഴുതാൻ നേരത്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെക്കോർഡ് എഴുതാം, കണ്ടന്റ് ഓക്കെ ആയിരിക്കണം എന്ന് മാത്രം. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അത് അണ്ടർലൈൻ ചെയ്താണ്. ഈ ഏജ് ഗ്രൂപ്പ് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. പിന്നെ ചിലതൊക്കെ വായിച്ചിങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവിടെ ഒരു കോമ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നും. അവിടെയൊക്കെ കോമ കിട്ടും. ഞങ്ങളുടെ മാം ഇങ്ങനെ പറഞ്ഞു തരും, ഞങ്ങളത് കേട്ട് എഴുതുന്നതാ. കുറെ മിസ്റ്റേക്ക് ഒക്കെ സ്പെല്ലിങ് ഇതാണെങ്കിലും വേർഡ് ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടൊക്കെ ഉണ്ടാവും. മാം ഏതുവരെ എഴുതാൻ പറഞ്ഞു? എന്തോ ഏതുവരെ എഴുതാൻ പറഞ്ഞു? ഏജ് ഗ്രൂപ്പ് എന്ന് കണ്ടോ? This method follows 3 agents of education for children of the given age group. ഓക്കെ മാം.
കഴിയുമ്പോ ഒന്ന് പറയണേ. ഓക്കെ, എല്ലാരും കഴിഞ്ഞോ? ഞാൻ ഏജ് ഗ്രൂപ്പ് മാം. ഇല്ല മാം. കുഴപ്പമില്ല, റിലാക്സ് ആയിട്ട്. യെസ് പ്ലീസ്. ഐഡിയലി 3 hours എന്നാണ് കൊടുത്തേക്കണത്. 3 hours. ഓക്കെ ഓക്കെ. മാം ഏജ് ഗ്രൂപ്പിന്റെ താഴെ 3 പോയിന്റ് എഴുതില്ല, അതും കൂടി എഴുതണോ? 3 പോയിന്റ് എഴുതണം. അത് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് വരെ ഞാൻ എഴുതാൻ പറഞ്ഞതിന് കാരണം എൻവിയോൺമെന്റ് എന്നുള്ളതിന് പകരം പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്നാക്കണം. ബാക്കിയെല്ലാം പിന്നെ ട്രെയിൻഡ് ടീച്ചർ എന്നുള്ളതിന് പകരം ട്രെയിൻഡ് ഫെസിലിറ്റേറ്റർ. ഈ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഏജ് ഗ്രൂപ്പ് വരെ എഴുതാൻ പറഞ്ഞത്. ആദ്യം ഞാനത് പറയാൻ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട. പ്രിപ്പയർഡ് നമ്മൾ അങ്ങനെയല്ലേ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്നല്ലേ. വെറും എൻവിയോൺമെന്റ് അല്ല നമുക്ക് വേണ്ടത്, ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള എൻവിയോൺമെന്റ്, പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. അതുപോലെ തന്നെ ട്രെയിൻഡ് ടീച്ചർ എന്നുള്ളതിന് പകരം ഫെസിലിറ്റേറ്റർ. നമ്മൾ ടീച്ചർ എന്നുള്ള വാക്ക് ഉപേക്ഷിച്ചല്ലോ. എൻവിയോൺമെന്റ് എന്നുള്ള അതായത് 3 ഏജൻസ് ഉണ്ട് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷനിൽ. അതിലെ ഫസ്റ്റ് വൺ ആണ് പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്. ഞാൻ പ്രിപ്പയർഡ് എന്നുള്ളത് ഞാൻ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പാരറ്റസ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇതിനകത്ത് എഴുതാൻ പോകുന്നത്. പിന്നെ ട്രെയിൻഡ് ടീച്ചറിന് പകരം ട്രെയിൻഡ് ഫെസിലിറ്റേറ്റർ. ഫെസിലിറ്റേറ്റർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഒരു സജഷൻ ചോദിക്കുവാണ്. കാരണം ഞാൻ ഇനി നെക്സ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത് മറിയ മോണ്ടിസോറിയെ കുറിച്ചാണ്. പക്ഷെ നമുക്ക് ഈ 3 ഏജൻസിലെ രണ്ടാമത്തെ ഏജന്റായ അപ്പാരറ്റസ് ആണ് നമ്മുടെ ഈ റെക്കോർഡ് മുഴുവനും നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പാരറ്റസിൽ എന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ട്, ആ മെറ്റീരിയൽസ് എന്തിനു വേണ്ടിയാണ്, എന്ത് ലേണിംഗ് അതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടും, എന്തവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മുടെ ഈ റെക്കോർഡിൽ മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷെ ബാക്കി 2 ഏജൻസ്, അതായത് എൻവിയോൺമെന്റും പ്രിപ്പയർഡ് എൻവിയോൺമെന്റും ട്രെയിൻഡ് ഫെസിലിറ്റേറ്ററും. അപ്പൊ ഈ പ്രിപ്പയർഡ് എൻവിയോൺമെന്റിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതണം എന്നുണ്ടോ? എഴുതിയാൽ നന്നായിരിക്കുമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് 1 കൊടുത്തിട്ട് അതിനെപ്പറ്റി ഒരു പാരഗ്രാഫ് എഴുതാം. അപ്പാരറ്റസ് നമ്മൾ എന്തായാലും ഇനി എഴുതാനായിട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ റെക്കോർഡ് കംപ്ലീറ്റ് വരുന്നത്. അപ്പോ പ്രിപ്പയർഡ് എൻവിയോൺമെന്റിനെ കുറിച്ച് എഴുതിയതിന് ശേഷം മറിയ മോണ്ടിസോറി മൂന്നാമത്തത് ട്രെയിൻഡ് ടീച്ചേഴ്സ് തന്നെയാണോ? ട്രെയിൻഡ് ഫെസിലിറ്റേറ്റർ. രണ്ടാമത്തെ എന്താ പറഞ്ഞ? രണ്ടാമത്തെ അപ്പാരറ്റസ് ആണ് നമ്മുടെ റെക്കോർഡിൽ മുഴുവൻ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രിപ്പയർഡ് എൻവിയോൺമെന്റിനെ കുറിച്ച് എഴുതിയതിന് ശേഷം നമ്മൾ അപ്പാരറ്റസിനെ കുറിച്ച് എഴുതാനായിട്ട് തുടങ്ങും. അതിനു മുമ്പ് നമ്മളുടെ ഈ റെക്കോർഡിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ആദ്യം ഫസ്റ്റ് പേജ് എന്താ എഴുതിയത്? ഇൻട്രൊഡക്ഷൻ ടു മോണ്ടിസോറി മെത്തേഡ് ആൻഡ് മറിയ മോണ്ടിസോറി എന്നല്ലേ. അപ്പൊ നമ്മൾ മറിയ മോണ്ടിസോറിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതണ്ടേ? യെസ് മാം, എഴുതണം. മറിയ മോണ്ടിസോറിയെ കുറിച്ച് എഴുതുമ്പോ നിങ്ങൾക്ക് മറിയ മോണ്ടിസോറിയുടെ ഒരു ഫോട്ടോ ഒക്കെ പേസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അത് റൈറ്റ് സൈഡിലോ സ്റ്റിക്ക് ചെയ്യാമല്ലോ. റൈറ്റ് അല്ല ലെഫ്റ്റ് സൈഡ്? യെസ് മാം, റൈറ്റ് സൈഡിൽ സ്റ്റിക്ക്, ലെഫ്റ്റ് സൈഡ്. ഓക്കെ മാം.
അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊരു കൊച്ചു പാരഗ്രാഫ് അല്ലേ എഴുതിയിട്ടുള്ളൂ മോണ്ടിസോറി മെത്തേഡ്. ആ പേജിൽ തന്നെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ച് എഴുതിയിട്ട് നെക്സ്റ്റ് പേജിൽ ഇപ്പൊ ട്രെയിൻഡ് ഫെസിലിറ്റേറ്ററിനെ കുറിച്ച് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു കമാൻഡ്മെന്റ്സ് തരും. ഒരു ഫെസിലിറ്റേറ്ററുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എന്തായാലും നമ്മളെ ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നല്ലോ 10 ക്വസ്റ്റ്യൻ. അതിനകത്ത് നമ്മളൊരു പ്രീ സ്കൂൾ ടീച്ചറിനെ കുറിച്ചും ഒക്കെ നമ്മൾ കുറെ എഴുതുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ എഴുതട്ടെ. നമ്മൾ എൻവയോൺമെന്റ് എന്താന്ന് നമുക്ക് എഴുതാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്പാരറ്റസ്, അതായത് ഈ മെറ്റീരിയൽസ് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് ഈ എൻവയോൺമെന്റിലായതുകൊണ്ട് എൻവയോൺമെന്റിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാം. ഫെസിലിറ്റേറ്ററെ പറ്റി നമ്മൾ എഴുതിയില്ലെങ്കിലും സാരമില്ല. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റ് എഴുതിക്കോളൂ. ഞാൻ പറഞ്ഞു തരാം, കാരണം എന്റെ റെക്കോർഡിൽ അതില്ല, എൻവയോൺമെന്റിനെ പറ്റി എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എഴുതേണ്ടത് പ്രിപ്പയർഡ് എൻവയറമെന്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടല്ലേ മാം എഴുതണ്ടേ? അതെ അതെ. നമുക്കിപ്പോ നമ്മുടെ റെക്കോർഡ് ബുക്ക് ഇപ്പൊ ഒരു ഹാഫ് പേജല്ലേ ആയിട്ടുള്ളൂ. ബാക്കി ഹാഫില് എഴുതാം. എന്നിട്ട് നെക്സ്റ്റ് പേജില് മറിയ മോണ്ടിസോറിയെ കുറിച്ചിട്ട് എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ ഒട്ടിക്കാം. അങ്ങനെ 2 പേജ് അങ്ങ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അപ്പാരറ്റസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പാരറ്റസിന്റെ ഡീറ്റെയിൽസ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പേജിൽ ഒരു ഫ്രഷ് പേജിൽ തുടങ്ങാം. ഈ പേജസ് അധികം കളയണ്ട എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ. എന്റെ ടെക്സ്റ്റിൽ കുറച്ചധികം ഉണ്ട്. അപ്പൊ അതിലെ മെയിൻ പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞു തരാം. മാം ഇപ്പൊ എഴുതിന്റെ താഴെയാണ് എഴുതേണ്ടത് ഹെഡിങ് കൊടുത്തിട്ട്? പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്റെ താഴെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ? ഒരു മിനിറ്റ്. ചില വേർഡ്സ് ഞാൻ എനിക്ക് സ്പീഡില്ലെങ്കിൽ വേറെ സ്പീഡിലുള്ള ആരെങ്കിലും കേട്ട് കറക്റ്റ് ഒന്ന് കൊടുത്തേക്കണേ ചാറ്റ് ബോക്സിൽ. എനിക്ക് പറ്റുന്നത് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ. ദ സ്പെഷ്യലി, THE, the specially prepared environment. The specially prepared, the the THE, the specially prepared environment helps the child to develop a sense of orientation comma sense of orientation, comma sense of security, ഡെവലപ്പ് കഴിഞ്ഞ് ഇന്നായിരുന്നു എ ആയിരുന്നു. develop a sense of orientation, comma sense of security, comma ഓറിയന്റേഷൻ ORI അല്ലേ മാം? ഞാൻ ചാറ്റ് ബോക്സിൽ അതിന്റെ സ്പെല്ലിംഗ് ഇട്ടിട്ടുണ്ടേ.
ചാറ്റ് ബോക്സും കൂടെ ഒന്ന് നോക്കണേ. ഓറിയന്റേഷൻ ഇട്ടിട്ടുണ്ട്, സെക്യൂരിറ്റി ഇട്ടിട്ടുണ്ട്. സെൻസ് ഓഫ് ഓറിയന്റേഷൻ, സെൻസ് ഓഫ് സെക്യൂരിറ്റി. Then coordination, and coordination ആണോ മാം? comma, coordination of movements. Coordination 2 O ഉണ്ട്. മൂവ്മെന്റ്സ് ആണോ മാം? Coordination of movements. Coordination of movements. കുട്ടികളുടെ മൂവ്മെന്റ്സ് അതൊക്കെ ഡെവലപ്പ് ആകുന്നത് ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിലാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ, മൂവ്മെന്റ്സ്. അപ്പം എന്തൊക്കെയായിരുന്നു? സെൻസ് ഓഫ് ഓറിയന്റേഷൻ, സെൻസ് ഓഫ് സെക്യൂരിറ്റി, കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാം ഒന്നുകൂടി പറയാം മാം. കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ്, coordination of movements and development of personality. മാം ഡെവലപ്മെന്റ് ഓഫ് Personality. ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടെ പറയാം. The specially prepared environment helps the child to develop a sense of orientation, comma, sense of security, comma, coordination of movements and development of personality. ഓക്കെ, അടുത്ത സെന്റൻസ്. ഞാൻ ഇതിങ്ങനെ കുറെ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല നല്ല പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് മതിയല്ലോ എന്ന് ഓർത്തിട്ടാണേ. For a child, for FOR, for a child, for a അടുത്ത സെന്റൻസ്. For a child, the first environment, FIRST, first, for a child, the first environment is, environment ഒക്കെ നമ്മൾ ഓൾറെഡി എഴുതിയതല്ലേ, അതുകൊണ്ടാണ് സ്പെല്ലിംഗ് എഴുതാത്തെ. ഫസ്റ്റ് എൻവയോൺമെന്റ് ഈസ് being the home, being the home, comma, for a child, the first environment is being the home, comma, the second, comma കഴിഞ്ഞിട്ട് the second being the society, ഹലോ മാം, എന്തോ സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് മനസ്സിലാവില്ല. ഏതാണ്? സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ മാം? Second, being the society, being, BEING, being the society. ഞാൻ അറിയാതെ ഇൻ ദ സൊസൈറ്റി എഴുതി, കുഴപ്പമില്ലല്ലോ. എന്താണ്? ഞാൻ അറിയാതെ ബീയിങ് ഇൻ ദി സൊസൈറ്റി എഴുതി.
ഇന്നല്ല, ഇൻ വേണ്ട. എന്നുവെച്ചാല് നമ്മള് പറഞ്ഞിട്ടില്ലേ, 3 എൻവയോൺമെന്റിന്റെ 3 ഫേസസ് നമ്മൾ പറഞ്ഞല്ലോ. വീട്, സൊസൈറ്റി, സ്കൂള്, ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഒരു രീതിയിൽ നമ്മൾ പറയുവാണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് അതിന്റെ എൻവയോൺമെന്റുകൾ നമ്മൾ പറഞ്ഞു പോവാണ്. ഫോർ എ ചൈൽഡ് ദ ഫസ്റ്റ് എൻവയോൺമെന്റ് ഈസ് ബീയിങ് ദ വെട്ടല്ലേ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആൻഡ് ദ സെക്കൻഡ് ബീയിങ് ദ സൊസൈറ്റി, and the third മാം ബീങ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി പറയാം. the first environment for a child, the first environment is being the home, comma, the second being the society, and the third environment is institute. Third environment is institute. For a child, the first environment is being the home, the second being the society, and the third environment is institute. കഴിഞ്ഞ അടുത്ത പേജിലേക്ക് പോക്കൂടെ? ആണോ? കഴിഞ്ഞോ? തീർച്ചയായും കുഴപ്പമില്ല. Okay, then the third environment, next sentence ആണ്. The third environment has been. The third environment has been specially designed and prepared for the child. ഒന്നുകൂടി പറയാൻ വേണ്ടി. The third environment has been specially designed and prepared for the child. The third environment has been specially designed and prepared for the child. Okay, it should be designed. It should be designed according to the Montessori principles. It should be designed according to the Montessori. It should be designed ആ സ്കൂൾ, അതായത് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് മോണ്ടിസോറി പ്രിൻസിപ്പിൾ അനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ. ഇറ്റ് ഷുഡ് ബി ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദി മോണ്ടിസോറി പ്രിൻസിപ്പിൾസ്. മോണ്ടിസോറി പറയുന്ന കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ആ തിയറംസ്, അതനുസരിച്ച് വേണം അത് ഡിസൈൻ ചെയ്യാൻ.
According to It should be designed according to the Montessori principles. ചാറ്റ് ബോക്സിൽ നോക്കൂ, ഷജില അത് നല്ലതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത് എന്റെ ടെക്സ്റ്റിലെ പല പല ഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പോയിന്റ്സ് എടുത്തത്. ഇത് മുഴുവനും എഴുതിയത് ഒരാൾ വായിക്കണം എന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു. അപ്പോഴേക്കും ഷജില അത് മുഴുവൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും മതി. കാരണം നമ്മൾ നമ്മുടെ തിയറി പോർഷനിൽ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത്രയൊന്നും എഴുതണ്ട, ഒരു എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ എഴുതി. ഇനിയുള്ളത് നിങ്ങൾ തന്നെ എഴുതേണ്ട കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാനത് കാണിക്കാം. പക്ഷെ അത് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. അതായത് മറിയ മോണ്ടിസോറിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറിയ മോണ്ടിസോറിയെ കുറിച്ച് കുറച്ചും കൂടെ അധികം എഴുതിയിട്ട് മോണ്ടിസോറിയുടെ ഒരു പിക്ചർ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. ഞാനത് കാണിക്കാം. ഞാനൊരു പാരഗ്രാഫ് ഇത്രയും മാത്രമേ മറിയ മോണ്ടിസോറിയെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാത്രം മതിയെങ്കിൽ അത് മാത്രം എഴുതാം. അതല്ല മറിയ മോണ്ടിസോറിയെ കുറിച്ച് കുറച്ചും കൂടെ എഴുതണം എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ എഴുതാം, അഡീഷണൽ ആഡ് ചെയ്യാം. പിന്നെ അവരുടെ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോ കളക്ട് ചെയ്ത് അത് സ്റ്റിക്ക് ചെയ്യാം. അപ് ടു യു, എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഇത്ര മതി മാം ഇത് എഴുതിയതിന്റെ താഴെയാണോ നമ്മൾ ഇത് മരിയ മോണ്ടിസോറി എന്ന് പറഞ്ഞ് എഴുതേണ്ടത്? യെസ്, മറിയ മോണ്ടി ഫ്രഷ് പേജിൽ എഴുതാൻ തോന്നുവാണെങ്കിൽ ഫ്രഷ് പേജിൽ എഴുതാം. ബട്ട് നമുക്ക് ഒത്തിരി എഴുതാനുള്ളത് കൊണ്ടേ പേജ് അങ്ങനെ കളയണ്ട. ഓക്കെ, അപ്പൊ ഇത് വിത്ത് ഫോട്ടോ അല്ലേ മാം? അതെ, ഫോട്ടോ നമുക്ക് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഒട്ടിക്കാം. അത് വെറുതെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണല്ലോ. ഓക്കെ മാം ഇനി എല്ലാ ക്ലാസ്സിലും റെക്കോർഡ് ചെയ്തല്ലായിരിക്കോ? അതെ അതെ, നമ്മൾ ഇതാണ്. ഷെയർ ചെയ്യുവോ മാം? എന്താണ് മാം എഴുതിയേക്കണമെന്ന് ഷെയർ ചെയ്യുവോ? അത് ഞങ്ങൾ എഴുതണം അല്ലെങ്കിൽ കാണുന്നില്ല? മാം ഇല്ല, കാണുന്നില്ലല്ലോ മാം. അയ്യോ, എന്താ ആർക്കും കാണുന്നില്ലേ? കാണാം കാണുന്നുണ്ട് മാം. ആ യെസ്, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കട്ടോ. അത് നോക്കിയിട്ട് എഴുതിക്കോട്ടെ മാഡം, എഴുതണോ? എഴുതിക്കോളൂ എഴുതിക്കോളൂ. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാന്ന് പറയുമായിരുന്നു. മാം ആ കണ്ടിന്യൂസിന്റെ സ്പെല്ലിങ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. യെസ്, കാരണം എന്റെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും. നമ്മൾ കേട്ട് ഇങ്ങനെ എഴുതുവല്ലേ, അതും സ്പീഡിലാണ്. നമുക്ക് ഇത്രയും പോലും സമയം തരില്ല. 2 ദിവസം കൊണ്ടാണ് ഞങ്ങളത് ഫിനിഷ് ചെയ്തത് റെക്കോർഡ്. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. യെസ്, 2 പേജും യൂസ് ചെയ്യാമോ? 2 പേജ് എന്ന് ഉദ്ദേശിച്ചത് ലെഫ്റ്റും റൈറ്റും ആണോ? ഇനി നമ്മൾ അപ്പാരറ്റസ് റെക്കോർഡിനെ കുറിച്ച് എഴുതാൻ തുടങ്ങുമ്പോൾ ഓരോ മെറ്റീരിയലിന്റെയും പിക്ചർ നമുക്ക് ലെഫ്റ്റിൽ ഒട്ടിക്കണം. പിക്ചർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അപ്പൊ അതിനുള്ള സ്പേസ് അവിടെ ഇടേണ്ട വരും. ഇതിന്റെ ബാക്കിയായിട്ട് എഴുതാനാണോ? ഏതിന്റെ ബാക്കി? ഏതാ, മറിയ മോണ്ടിസോറിയെ കുറിച്ചുള്ളതാണോ? യെസ്, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. യെസ് യെസ്.
താങ്ക് യു ഷജില. ഞാൻ പറഞ്ഞില്ലേ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. മീൻസ് ഞങ്ങള് താഴെ റൗണ്ടിൽ ഇരുന്നിട്ട് ആണ് ക്ലാസ് റൂമിൽ ഇരുന്ന് എഴുതിയത്. കാരണം നമുക്ക് ചെയർ ഒക്കെ ഇങ്ങനെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉള്ള ചെയർ അല്ലായിരുന്നു. ചെയർ മാത്രമേ ഉള്ളൂ, ഡെസ്ക് ടേബിളൊന്നും ഞങ്ങൾക്ക് ക്ലാസ് റൂമിലില്ല. സാധാരണ നോർമൽ ചെയർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇരുന്ന് വെച്ചെഴുതാനൊന്നും നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും താഴെ റൗണ്ടിൽ ഇരുന്ന് എഴുതും. മാം പറഞ്ഞു പോകും. അപ്പൊ ആ സ്പീഡിൽ എഴുതും. പിന്നെ ചില സ്പെല്ലിങ്സ് നമുക്ക് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വരുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും. അങ്ങനെ കുറെ മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, കണ്ടിന്യൂസ് ചാറ്റ് ബോക്സിൽ ഷജില എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി എഴുതുക. കണ്ടിന്യൂസ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റാണേ. ചിൽഡ്രൻ ഉണ്ട്, എന്നുണ്ട് ഇവിടെ. ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഉണ്ട് കേട്ടോ ഇവിടെ, ടേക്കൺ. മാഡം മറിയയുടെ സ്പെല്ലിങ് ഉണ്ട്. മാം ടേക്കൺ എന്ന് പറഞ്ഞത് ഈ ഫ്രീ ടു മൂവ് ആൻഡ് ടേക്കൺ ടു ഡു ദെയർ ആക്ടിവിറ്റി എന്നാണോ? അതെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്ന് പറയാം. ബൈ ഡൂയിങ് ലൈക്ക് ദിസ് ആൻഡ് പ്രാക്ടീസിങ് you will be happy. That is, happy learning is something that should be taken. Should be taken. ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. എനിക്ക് വേറെ എന്തോ പറഞ്ഞല്ലോ, എന്തോ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ടത്. എവിടെയായിരുന്നു? പ്ലീസ് മ്യൂട്ട്. ആരുടെയോ ഓഡിയോ ഓണാണ്. ഇവിടെ എന്നുണ്ട്. സ്പീഡിലൊക്കെ എഴുതുമ്പോ കുറെ ലെറ്റർ ഒക്കെ മിസ്സായി പോകുന്നത്. കഴിഞ്ഞിട്ട് എന്താ മിസ്? എവിടെയാണ്? ബൈ ഡൂയിങ് ദിസ് ആൻഡ് പ്രാക്ടീസ്. ബി ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ദാറ്റ് ഈസ് എന്നുള്ളതിന് നമ്മളിങ്ങനെ ഐ എന്ന് എഴുതില്ല. ഐ ഇട്ടിട്ട് സെമി കോളൻ ഇടുമ്പോ അതിന്റെ മീനിങ് ദാറ്റ് ഈസ് എന്നാണ്. നിങ്ങൾക്ക് ദാറ്റ് ഈസ് ഫുള്ള് എഴുതുന്നെങ്കിൽ എഴുതാം. അതായത് അതെ 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 അതെ. നമ്മൾ ഇത് യൂസ് ചെയ്യുമല്ലോ, ഐ എന്ന് യൂസ് ചെയ്യല്ലേ വിത്ത് സെമി കോളൻ. പ്രാക്ടീസിങ് ഇവിടെ സി ആണ്, CINT ആണ്. That should be taken. ഒന്നും കുഴപ്പമില്ല തോന്നുന്നു. Maria Montessori
അവരുടെ പേര് MARIA തന്നെയാണ്, YA അല്ല കേട്ടോ. അതൊരു ആളുടെ പേരാണല്ലോ, അപ്പൊ അവര് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിന്റെ മറിയ YA എന്നും നമ്മൾ മറിയ എന്നുള്ളതിനെ പറയും. ബട്ട് ഇവരുടെ ആക്ച്വലി MARIA ആണ്. മിസ് ആ പ്ലേസ് കഴിഞ്ഞിട്ട് ദസ് ആണോ ദിസ് ആണ്? ഒരു മിനിറ്റ് നോക്കട്ടെ. That ഏതാണ്? should be take place this ടേക്കൺ ആണ്. ആണ്, ടേക്കൺ പ്ലേസ്. ദസ്, യെസ് ദസ്. ഇവിടെ എന്നും കൂടി ഉണ്ട്, ടേക്കൺ പ്ലേസ്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഈ മാം ആ ലാസ്റ്റത്തെ ലൈനില്ലേ, ബിക്കേം കഴിഞ്ഞിട്ട് കാണുന്നില്ല മാം. ഓക്കെ അല്ലേ? ഇപ്പൊ കാണുന്നുണ്ട്. മാം ഈ മരിയ മോണ്ടിസോറിയുടെ പിക്ചറും നമുക്ക് അവിടുന്ന് തന്നെയാണോ തരുന്നത്? ഇല്ലില്ല, അത് നിങ്ങള് അതെടുക്കണം. മറ്റേത് മെറ്റീരിയൽസിന്റെ പിക്ചേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വി വിൽ പ്രൊവൈഡ്. ആസ്പെക്ട്സ് എവിടെയായിരുന്നു ഷജില? ഞാനത് കാണുന്നില്ലല്ലോ. എന്റെ റെക്കോർഡ് Thus in every aspect. this in every aspects. ശരിയായ സൈഡ്സും കൂടെ ഉള്ളതായിരിക്കും നല്ലത്. Aspects. I was very bad in my language that time. ശരിയായി വരാൻ കുറെ വർഷങ്ങൾ. Thus in every aspects. ASPCTS. Thank you. ഓക്കെ, അപ്പൊ ഈ ഇത്രയും ഒരു പോർഷൻ ആണ് നമുക്ക് ഇങ്ങനെയുള്ളൂ. ഇനി നെക്സ്റ്റ് ഓരോന്നും നമ്മൾ ഓരോന്നും എഴുതുമ്പോൾ ചൈൽഡ് ഗെറ്റ്സ് അതെവിടെയായിരുന്നു സൂചിച്ചത്? സെയിം സെന്റൻസിൽ തന്നെ thus in every aspects the child gets developed. Yes, child gets. Yes, ശരിയാ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഇൻട്രോയിൽ വരുന്നത്. ഇനി നമ്മൾ അപ്പാരറ്റസിനെ കുറിച്ചായിട്ട് എഴുതുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും അറിയാം മോണ്ടിസോറിയെ കുറിച്ച് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് എഴുതാം. പിക്ചർ പേസ്റ്റ് ചെയ്യണമെങ്കിൽ പിക്ചർ പേസ്റ്റ് ചെയ്യാം. പിന്നെ ഓൾറെഡി നമ്മളുടെ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് വരുന്ന അസൈൻമെന്റിൽ നമ്മൾ എന്താ പറയാ ബയോഗ്രഫീസ് ഓഫ് ഫേമസ് ടീച്ചേഴ്സിന്റെ എഴുതുന്നതിൽ മറിയ മോണ്ടിസോറി വരുന്നുണ്ട്. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ഇത് വേണമെന്ന് ഇല്ല. അപ് ടു യു, നിങ്ങളുടെ താല്പര്യം പോലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോന്നും എഴുതി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ അത് മനസ്സിലാകും, ഫെമിലറൈസ് ആകും, മെറ്റീരിയൽസുമായിട്ട് ഫെമിലറൈസ് ആകും. ഓക്കെ, സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനെപ്പറ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയെ കുറിച്ച് ഏരിയാസ്. ബൈ. താങ്ക് യു മാം. Thank you, ma'am. Good night, ma'am. Thank you. Good night.